വിശുദ്ധ ഖുർആനിലെ 97-ാം അധ്യായമായ സൂറത്തുൽ ഖദർ അവതരിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് പ്രധാനമായും രണ്ട് ചരിത്ര പശ്ചാത്തലങ്ങളാണ് ഹദീസുകളിലും തഫ്സീറുകളിലും വിവരിക്കുന്നത്. ഒന്നാമത്തത് മുൻഗാമികളുടെ ദീർഘായുസ്സും ഇബാദത്തും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകാല സമുദായങ്ങളിലെ ആളുകളുടെ ദീർഘായുസ്സിനെ കുറിച്ച് സ്വഹാബികളോട് സംസാരിക്കുകയുണ്ടായി. 1000 മാസം, ഏകദേശം 83 വർഷം തുടർച്ചയായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ജിഹാദ് ഇസ്രായേൽ വംശജനായ ഒരാളെക്കുറിച്ച് അവിടുന്ന് പരാമർശിച്ചു. ഇത് കേട്ട സ്വഹാബികൾക്ക് അത്ഭുതവും ഒപ്പം വിഷമവുമുണ്ടായി. തങ്ങളുടെ ആയുസ് വളരെ കുറവായതിനാൽ അത്രയും കാലം ഇബാദത്ത് ചെയ്തവർക്ക് ലഭിക്കുന്ന പ്രതിഫലം തങ്ങൾക്ക് ലഭിക്കില്ലല്ലോ എന്നതായിരുന്നു അവരുടെ സങ്കടം. ഇതിനു മറുപടിയായാണ് അള്ളാഹു ഈ സൂറത്ത് അവതരിപ്പിച്ചത്. ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ഉത്തമമാണ് എന്ന് പറയുന്നതിലൂടെ ഒരു രാത്രിയിലെ ആരാധന കൊണ്ട് തന്നെ മുൻഗാമികൾ 1000 മാസം കൊണ്ട് നേടിയതിനേക്കാൾ വലിയ പ്രതിഫലം ഈ ഉമ്മത്തിന് ലഭിക്കുമെന്ന് അള്ളാഹു ഉറപ്പു നൽകി. 2. 4 മഹത്തുക്കളുടെ കഥ. മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട 4 പേർ, അയ്യൂബ്, സക്കരിയ, ഹസ്കയിൽ, യൂഷ അലൈഹിമുസ്സലാം 80 വർഷക്കാലം ഒരു നിമിഷം പോലും അള്ളാഹുവിനെ ധിക്കരിക്കാതെ ആരാധനകളിൽ മുഴുകിയതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചു. സ്വഹാബികൾക്ക് ഇതിൽ വലിയ വിസ്മയം തോന്നി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം പറയുകയും ചെയ്തു: "ഓ മുഹമ്മദ്, അങ്ങയുടെ ഉമ്മത്ത് ഇവർ 80 വർഷം ഇബാദത്ത് ചെയ്തതിനെ ഓർത്ത് അത്ഭുതപ്പെടുകയാണോ? അതിനേക്കാൾ ഉത്തമമായ ഒന്ന് അള്ളാഹു അങ്ങേക്ക് ഇറക്കി തന്നിരിക്കുന്നു." തുടർന്ന് ജിബ്രീൽ അലൈഹിസ്സലാം സൂറത്തുൽ ഖദർ ഓതി കേൾപ്പിച്ചു. സൂറത്തിൻ്റെ ചുരുക്കം. ഖുർആന്റെ അവതരണം. ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഭൂമിയിലെ ആകാശത്തേക്ക് ഇറങ്ങിയത് ഈ രാത്രിയിലാണ്. പ്രതിഫലം. ഈ രാത്രിയിലെ ആരാധന 1000 മാസം, 83 വർഷവും 4 മാസവും ചെയ്യുന്ന ആരാധനയേക്കാൾ പുണ്യമുള്ളതാണ്. മലക്കുകളുടെ ഇറക്കം. ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന രാത്രിയാണിത്. സമാധാനം. പ്രഭാതം വരെ ഈ രാത്രി സമാധാനപൂർണമായിരിക്കും. തീർച്ചയായും നാം ഇതിനെ, ഖുർആനിനെ, നിർണായകമായ രാത്രിയിൽ ലൈലത്തുൽ ഖദറിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് നിനക്ക് അറിയാമോ? ലൈലത്തുൽ ഖദർ എന്നത് 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. മലക്കുകളും റൂഹും ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളുടെ രക്ഷിതാവിന്റെ ഉത്തരവനുസരിച്ച് എല്ലാ കാര്യങ്ങളുമായി ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. പ്രഭാതം ഉദിക്കുന്നത് വരെ അത് പൂർണ്ണമായും സമാധാനമാകുന്നു. നിർണായക രാത്രി. ഖദർ എന്നാൽ വിധി, മഹത്വം, നിർണയം എന്നൊക്കെ അർത്ഥമുണ്ട്. മനുഷ്യരുടെ ആയുസ്സും ആരോഗ്യവും വർഷത്തെ കാര്യങ്ങളും അള്ളാഹു മലക്കുകളെ ഏൽപ്പിക്കുന്നത് ഈ രാത്രിയിലാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. റൂഹ്. ഇവിടെ റൂഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ്. 1000 മാസം, ഏകദേശം 83 വർഷവും 4 മാസവുമാണ് 1000 മാസം എന്നത്. അതായത് ഒരു ആയുഷ്കാലം മുഴുവൻ ചെയ്യുന്ന ആരാധനയേക്കാൾ പ്രതിഫലം ഈ ഒരൊറ്റ രാത്രി കൊണ്ട് വിശ്വാസികൾക്ക് ലഭിക്കുന്നു. ഇൻഷാ അല്ലാഹ്.